BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരള സർക്കാരിന്റെ പ്രിയദർശിനി ബസ് സൗജന്യ യാത്രാ പദ്ധതിക്കെതിരായി നൽകിയ പൊതു താൽപര്യ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരനായില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലിംഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവാണ് സർക്കാർ നടത്തുന്നതെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശമായ 14-15 അനുച്ഛേദങ്ങളുടെ ലംഘനം ഉണ്ടെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. എന്നാൽ ആരോപണം തെളിയിക്കാനായില്ലെന്നാണ് വ്യക്തമാക്കിയാണ് കോടതി ഹർജി തള്ളിയത്. അതേസമയം പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്ക് പിന്നാലെ തൃശൂരിലെ കോൺഗ്രസ് നേതാവ് ബസ് സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട്. DCC സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പിലാണ് 4 ബസ് സർവീസുകളാണ് നിർത്തിയത്. UDF സർക്കാർ കൊണ്ടുവന്ന സ്ത്രീകളുടെ സൗജന്യ യാത്രയെ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും സ്വകാര്യ ബസ് വ്യവസായത്തെ താങ്ങി നിർത്താൻ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാനാണ് നൌഷാദിന്റെ അഭിപ്രായം. 50% നികുതികൾ കൊണ്ട് മാത്രം കേരളത്തിന്റെ സ്വകാര്യ ബസ്സുകൾക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രിയദർശിനി സൗജന്യ യാത്ര അനുവദിച്ചതിന് പിന്നാലെ പല റൂട്ടുകളിലും സ്വകാര്യ ബസ്സുകൾ സർവീസുകൾ നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണ്. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്ന റൂട്ടുകളിൽ സ്ത്രീ യാത്രക്കാർ സ്വകാര്യ ബസ്സുകളിൽ കയറാത്തതിനാൽ വൻ വരുമാന നഷ്ടം ഉണ്ടായെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. പ്രിയദർശിനി സർവീസ് കാരണം സ്വകാര്യ ബസ്സുകൾക്ക് 1000 മുതൽ 6000 രൂപ നഷ്ടം പ്രതിദിനം ഉണ്ടാകുന്നുണ്ടെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി T. ഗോപിനാഥൻ പറയുന്നുണ്ട്. 106-142 രൂപ മാത്രമാണ് നികുതി കുറച്ചുകൊണ്ട് നിത്യേനയുള്ള ചെലവിൽ നിന്നും കുറയുന്നത്. സർക്കാരിൽ ആദ്യ ബജറ്റിലെ പ്രഖ്യാപനം പ്രതിസന്ധി പരിഹരിക്കാൻ പര്യാപ്തമല്ലെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.